ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇംഗ്ലീഷാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുതിയ സിലബസ് ആണ്, അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ നന്നായിട്ട് പോയി കാണാം. നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഒന്നാമത്തെ ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. എന്താണ് താഴെ തന്നിട്ടുള്ള പാസേജ് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പാരഗ്രാഫ് വായിക്കണം അല്ലേ, പാസേജ് വായിച്ചു നോക്കണം. This beautiful part of Kerala is often described as the Venice of the East. It is described so because of the geographical nature of the place. എന്താണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ജോഗ്രഫിക്കൽ നേച്ചർ അനുസരിച്ചിട്ടാണ് അതിനെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. There are many canals and bridges in ആലപ്പുഴ. ആലപ്പുഴയിൽ എന്തുണ്ട്? ഒരുപാട് കനാലുകളും ബ്രിഡ്ജസുകളൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് സ്നേക്ക് ബോട്ട് റേസസ്. അവിടെ എന്താണ്? സ്നേക്ക് ബോട്ട് റേസിന്റെ സെന്റർ കൂടെയാണ്. എമംഗ് ദീസ് റേസസ് ദ നെഹ്റു ട്രോഫി ബോട്ട് റേസ് അറ്റ് പുന്നമട ഈസ് ദ മോസ്റ്റ് ഫേമസ്. പുന്നമടയിൽ നടക്കുന്ന ആ ഒരു നെഹ്റു ട്രോഫി ബോട്ട് റേസ് ആണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. The entire area of ആലപ്പുഴ lies in the low land and middle land divisions. എന്താണ് ആലപ്പുഴ എന്ന് പറയുന്നത് ലോ ലാൻഡിൻ്റെയും മിഡിൽ ലാൻഡിൻ്റെയും ഒരു സെൻറ്റർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓൾമോസ്റ്റ് 80% ഓഫ് ദെയർ കയർ ഫാക്ടറീസ് ഇൻ ദ സ്റ്റേറ്റ് ആർ ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്ട്. 80% കയർ ഫാക്ടറീസും ഉള്ളത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട്. വളരെ ആളുകളൊക്കെ തിങ്ങിത്തിരഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം കൂടെയാണ് ആലപ്പുഴ. ആലപ്പുഴ ഹാസ് എറണാകുളം ഡിസ്ട്രിക്ട് അറ്റ് ഇറ്റ്സ് നോർത്ത് ബൗണ്ടറി. അപ്പോൾ ആലപ്പുഴയുടെ നോർത്ത് ബൗണ്ടറി എന്ന് പറയുന്നത് എറണാകുളമാണ്. കോട്ടയം ഡിസ്ട്രിക്ട് ആൻഡ് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ആർ ഇൻ ദ ഈസ്റ്റ്. ഈസ്റ്റിലുള്ളത് കോട്ടയവും പത്തനംതിട്ടയുമാണ്. അറേബ്യൻ സീ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റ്. വെസ്റ്റിലുള്ളത് അറേബ്യൻ കടലാണ്. ഇൻ ദ സൗത്ത് ലൈസ് കൊല്ലം ഡിസ്ട്രിക്ട്. സൗത്തിലുള്ളത് ഏതാണ്? കൊല്ലം ഡിസ്ട്രിക്ട് ആണ്. ദർ ആർ 6 താലൂക്സ് ആൻഡ് 93 വില്ലേജസ് ഇൻ ദി ഡിസ്ട്രിക്ട്. ഈ ഡിസ്ട്രിക്റ്റിൽ 93 വില്ലേജുകളും 6 താലൂക്കുകളും ഉണ്ട്. ദർ ആർ 6 മുനിസിപ്പാലിറ്റീസ് ആൻഡ് 12 ബ്ലോക്സ്. 6 മുനിസിപ്പാലിറ്റികളും 12 ബ്ലോക്കുകളുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആലപ്പുഴയെ കുറിച്ചിട്ടുള്ള ചെറിയ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്ട്രിക്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് പാസേജ്. ഈ പാസേജിൽ പറയുന്ന ഡിസ്ട്രിക്ട് ഏതാണ്? കോട്ടയം, ആലപ്പുഴ, എറണാകുളം, കൊല്ലം. ഏതാണ്? ആലപ്പുഴയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മുനിസിപ്പാലിറ്റീസ് ആർ ദർ ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്ട്. ആലപ്പുഴ ജില്ലയിൽ എത്ര മുനിസിപ്പാലിറ്റീസ് ആണ് ഉള്ളത്? 6, 93, 5, 12. എത്രയാണ്? 6 മുനിസിപ്പാലിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഈസ് ആലപ്പുഴ കൺസിഡേർഡ് ആസ് ദ വെനീസ് ഓഫ് ദ ഈസ്റ്റ്. എന്തുകൊണ്ടാണ് ആലപ്പുഴയെ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്നത്? ദർ ആർ മെനി കയർ ഫാക്ടറീസ്, ദർ ആർ മെനി ബോട്ട് റേസസ്, ദർ ആർ മെനി വില്ലേജസ്, ദർ ആർ മെനി ബ്രിഡ്ജസ് ആൻഡ് കനാൽസ്. എന്തുകൊണ്ടാണ്? അവിടെ ഒരുപാട് ബ്രിഡ്ജസും കനാൽസും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ നോർത്തേൺ ബൗണ്ടറി ഓഫ് ആലപ്പുഴ. ആലപ്പുഴയുടെ നോർത്തേൺ ബൗണ്ടറി ഏതാണ്? അറേബ്യൻ സീ, കൊല്ലം ഡിസ്ട്രിക്ട്, എറണാകുളം ഡിസ്ട്രിക്ട്, കോട്ടയം ഡിസ്ട്രിക്ട്. ഏതാണ്? എറണാകുളം ഡിസ്ട്രിക്ട് ആണ്, അഥവാ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നെഹ്റു ട്രോഫി ബോട്ട് റേസ്. എന്താണ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്ന് പറയുന്നത്? എ സ്നേക്ക് ബോട്ട് റേസ്, എ സ്പീഡ് ബോട്ട് റേസ്, എ കനാൽ ബോട്ട് റേസ്, എ സ്റ്റീം ബോട്ട് റേസ്. ഏതാണ്? എ സ്നേക്ക് ബോട്ട് റേസ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി നമ്പർ 2 നോക്കൂ. സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റിന് വേണ്ടുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ. എന്താണ്? പൊല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് സ്കൂളിൽ നേച്ചർ ക്ലബ്ബ് ഒരു അസംബ്ലി, ഒരു സെമിനാർ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെന്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മോർണിംഗ് അസംബ്ലിയിൽ ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കണം. അതിന്റെ സ്ക്രിപ്റ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക്? ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയാം അല്ലേ. യുവർ കൈൻഡ് അറ്റൻഷൻ പ്ലീസ്. നമ്മൾ അനൗൺസ്മെന്റ് ആണ്, അപ്പോൾ നമുക്ക് എല്ലാവരുടെയും അറ്റൻഷൻ ആദ്യം വേണം. സോ യുവർ കൈൻഡ് അറ്റൻഷൻ പ്ലീസ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റ് ഫ്രം ദ നേച്ചർ ക്ലബ് ഓഫ് അവർ സ്കൂൾ. നമ്മുടെ സ്കൂളിലെ നേച്ചർ ക്ലബിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് ഇത്.
We shall be conducting a seminar this week on the problem of pollution. ഇപ്പോൾ പൊല്യൂഷനെ ബേസ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ വീക്കിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വി ഓൾ നോ ദാറ്റ് പൊല്യൂഷൻ എഫക്റ്റഡ് അവർ എൻവയോൺമെന്റ് ഇൻ സോ മെനി വേസ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എൻവയോൺമെന്റിനെ ഒരുപാട് തരത്തിൽ ഈ ഒരു പൊല്യൂഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ദിസ് സെമിനാർ ഈസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് പൊല്യൂഷൻ ആൻഡ് ദ ഡിഫറെൻറ്റ് വേസ് ടു റെഡ്യൂസ് ഇറ്റ്. എന്നാണ് ഈ സെമിനാറിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പൊല്യൂഷനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ, അതൊക്കെ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയും. എവ്രി വൺ ഈസ് ഇൻവൈറ്റഡ് ടു ജോയിൻ അസ് ഓൺ ഫ്രൈഡേ ആൻഡ് മേക്ക് ദ സെമിനാർ എ ഗ്രേറ്റ് സക്സസ് ത്രൂ യുവർ ടൈംലി അറ്റൻഡൻസ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ എന്താണ്, എല്ലാവരും വെള്ളിയാഴ്ച ഈ സെമിനാറിൽ പങ്കെടുക്കണം. നിങ്ങളുടെ ഇതിൻ്റെ ഗ്രേറ്റ് സക്സസിന് വേണ്ടിയിട്ട് എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങളുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് വളരെ കൃത്യസമയത്ത് ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. താങ്ക് യു. ഇങ്ങനെയാണ് ഒരു അനൗൺസ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ആക്ടിവിറ്റി നമ്പർ 3 ആണ്, ന്യൂസ് റിപ്പോർട്ടാണ്. റീഡ് ദ പ്രോഗ്രാം സ്കെഡ്യൂൾ ഓഫ് ദ ഇനാഗ്രേഷൻ സെറിമണി ഓഫ് ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഒരു ഇനാഗ്രേഷൻ സെറിമണിയുടെ പ്രോഗ്രാം സ്കെഡ്യൂളാണ് താഴെ തന്നിട്ടുള്ളത്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദ പ്രോഗ്രാം സ്കെഡ്യൂൾ. ഈ പ്രോഗ്രാം സ്കെഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്താണ്, XYS സ്കൂൾ കോഴിക്കോട് ഇനോഗ്രേഷൻ ഓഫ് ഇംഗ്ലീഷ് ക്ലബ്. വെൽക്കം സ്പീച്ച് മിസ്റ്റർ രജു, സ്കൂൾ ലീഡറാണ്. പ്രസിഡൻഷ്യൽ അഡ്രസ്സ് മിസ്റ്റർ റോയ്, ഹെഡ് മാസ്റ്ററാണ്. ഇനോഗ്രേഷൻ മിസ്സിസ് അന്നമ്മ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അടുത്തത് ഫെലിസിറ്റേഷൻ ആണ് മിസ്റ്റർ അബ്ദുൽ ഹക്കീം, ടീച്ചർ ഇൻചാർജ് ഇംഗ്ലീഷ് ക്ലബ്ബ്. വോട്ട് ഓഫ് താങ്ക്സ് മിസ് സക്കീന, സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ്. ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് വേണം, നമ്മൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. അപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡിങ്ങും കൂടെ കൊടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം എ ന്യൂ ഇനീഷ്യേറ്റീവ് ഇൻ XYS സ്കൂൾ കോഴിക്കോട്. എന്താണ്, സ്കൂളിൻ്റെ പേരാണ് അല്ലേ. 28 November 2024 ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് XYS സ്കൂൾ വാസ് ഇനാഗ്രേറ്റഡ് ലാസ്റ്റ് വീക്ക് വിത്ത് എ ഗ്രാൻഡ് ആൻഡ് ഇംപ്രസീവ് സെറിമണി. എന്താണ്, ഇംഗ്ലീഷ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വളരെ വലിയ ഒരു ചടങ്ങ് തന്നെ അവിടെ നടന്നു ലാസ്റ്റ് വീക്കിൽ. ദ ഫംഗ്ഷൻ ബിഗാൻ വിത്ത് എ വാം വെൽക്കം സ്പീച്ച് ബൈ മിസ്റ്റർ രജു, ദ സ്കൂൾ ലീഡർ. ഈ ഒരു ഫംഗ്ഷൻ വളരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്തത് മിസ്റ്റർ രജു ആണ്, സ്കൂൾ ലീഡറാണ്. മിസ്റ്റർ റോയ്, ദ ഹെഡ് മാസ്റ്റർ, ഡെലിവേർഡ് ആൻ ഇൻസ്പയറിംഗ് പ്രസിഡൻഷ്യൽ അഡ്രസ്. എന്താണ്, മിസ്റ്റർ റോയ്, ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള മിസ്റ്റർ റോയ് വളരെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സും നടത്തി. ഹി വാണ്ടഡ് ദ സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ ദ ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടികളോടൊക്കെ ഫാസിനേറ്റിംഗ് വേൾഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിനെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ദ ഹൈലൈറ്റ് ഓഫ് ദ പ്രോഗ്രാം വാസ് ദ ഇനാഗ്രൽ സ്പീച്ച് മെയ്ഡ് ബൈ ശ്രീമതി അന്നമ്മ ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ടുള്ള നമ്മുടെ അന്നമ്മ, ശ്രീമതി അന്നമ്മയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഡ്യൂറിങ് ഹെയർ സ്പീച്ച്, അവരുടെ സ്പീച്ചിൽ എന്താ പറഞ്ഞത്, ഷീ ഷെയർഡ് വിത്ത് ദ ഓഡിയൻസ് ഹെർ പാഷൻ ഫോർ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും അതിനുള്ള ഓഡിയൻസിന്റെ പാഷനെ കുറിച്ചിട്ടൊക്കെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിസ്റ്റർ അബ്ദുൽ ഹക്കീം, ദ ടീച്ചർ ഇൻചാർജ് ഓഫ് ഇംഗ്ലീഷ് ക്ലബ്, ഇൻസ്പയർഡ് ദ സ്റ്റുഡൻസ് ത്രൂ ഹിസ് കൈൻഡ് വേർഡ് ഓഫ് എൻകറേജ്മെന്റ്. അപ്പോൾ ഇംഗ്ലീഷ് ക്ലബിന്റെ ഇൻചാർജ് ആയിട്ടുള്ള മിസ്റ്റർ അബ്ദുൽ കരീമിന്റെ വാക്കുകൾ എന്തായിരുന്നു, കുട്ടികളിലെ എൻകറേജ്മെന്റും അതുപോലെ തന്നെ വളരെ കൈൻഡുമായിട്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി മിസ് സക്കീന, സെക്രട്ടറി ഓഫ് ദ ഇംഗ്ലീഷ് ക്ലബ്, പ്രൊപ്പോസ്ഡ് an impressive vote of thanks. The whole program was a wonderful experience to each and every English enthusiastic of XYS school. എന്താണ്, അവസാനം മിസ്റ്റർ സക്കീന, സെക്രട്ടറി ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലബിന്റെ അവരുടെ വോട്ട് ഓഫ് താങ്ക്സോട് കൂടിയിട്ട് കൺക്ലൂഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ ഇംഗ്ലീഷ് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസിനും. ഇതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇനി അടുത്തത് പ്ലേസ് ആക്ടിവിറ്റി 4 ആണ്, പ്ലക്കാർഡ് ഉണ്ടാക്കാനുള്ളതാണ്. പ്രിപ്പയർ എ പ്ലക്കാർഡ് അബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ. ഫോറസ്റ്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലക്കാർഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കോട്ട് എഴുതാം. ഇപ്പോൾ സേവ്ഡ് ഫോറസ്റ്റ്, സേവ് ദ ക്ലൈമറ്റ്, ഇത്തരത്തിലുള്ള ചെറിയ കോഡ്സൊക്കെ എഴുതി കൊടുക്കാം. ആക്ടിവിറ്റി നമ്പർ 5 ലെറ്റർ റൈറ്റിംഗ് ആണ്. Don't you remember
മൈക്കിൾ ഇൻ ദ സ്റ്റോറി സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. നിങ്ങൾക്കറിയാം മൈക്കിൾ അല്ലേ, സാൾട്ട് ഇൻ ഷൂസ് എന്ന പാഠഭാഗത്തിലെ മൈക്കിളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Suppose you are one of the friend of Michael. Write a letter to Michael congratulating him for his achievement. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ മൈക്കിളിൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് വിചാരിക്കുക. എന്നിട്ട് മൈക്കിളിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ എന്തുണ്ടായിരിക്കണം, അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ഫ്ലാറ്റ് നമ്പർ XV എറണാകുളം കേരള 23rd November 2024. ഡിയർ മൈക്കിൾ. ഓക്കെ, ഹോപ്പ് യു ആർ ഫൈൻ. എന്താണ്, നീ നല്ല സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു കൺഗ്രാജുലേറ്റ് യു ഓൺ ദ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ യു ഹാവ് പുട്ട് ഇൻ ടു ബിക്കം എ ഗ്രേറ്റ് ബാസ്കറ്റ് ബോൾ പ്ലെയർ. എന്താണ്, നീ നല്ല ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയതിനുള്ള നിന്റെ ആ ഒരു ഹാർഡ് വർക്കിനെയും ഡെഡിക്കേഷനെയും ഒക്കെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുന്നത്. ത്രൂ യുവർ സീനിയേഴ്സ് മോക്ക്ഡ് അറ്റ് യു ഫോർ ബീയിങ് ഷോർട്ട്. യു നെവർ ലോസ്റ്റ് യുവർ കോൺഫിഡൻസ്. ഇൻസ്റ്റന്റ് യുവർ ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക് മേഡ് യു റിയൽ വിന്നർ. എന്താണ്, ശരിക്കും നിന്റെ സീനിയേഴ്സ് നിന്നെ ആ ഒരു എന്താ പറയുക കളിയാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ, നീ ചെറുതായതുകൊണ്ട് അവർ കളിയാക്കുകയൊക്കെ ചെയ്തപ്പോൾ നീ നിന്റെ കോൺഫിഡൻസും നിന്റെ ഡിറ്റർമിനേഷനും ഹാർഡ് വർക്കും ഒന്നും എന്താ പറയുക കളയാതെ നീ മുന്നോട്ട് വരികയും അവർ ശരിക്കും ഒരു ഹീറോ ആയിട്ട് ഒരു റിയൽ വിന്നറായിട്ട് മാറുകയും ചെയ്തു. ബാസ്കറ്റ് ബോൾ റിക്വയറീസ് ഇമ്മൻസ് പ്രാക്ടീസ്. എന്താണ്, ബാസ്കറ്റ് ബോളിന് അത്യാവശ്യം വേണ്ടത് എന്താണ്, പ്രാക്ടീസാണ്. ഡിസിപ്ലിൻ ആൻഡ് സാക്രിഫൈസ്. അതുപോലെ തന്നെ ഡിസിപ്ലിനും വേണം, സാക്രിഫൈസും വേണം. യു ഹാവ് ഓൾ ദീസ് ക്വാളിറ്റീസ്. നിനക്ക് ഇതിലെ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. യുവർ സ്റ്റോറി ഈസ് ട്രൂലി ഇൻസ്പയറിംഗ്. താങ്ക് യു. എന്താണ്, നിന്റെ സ്റ്റോറി ശരിക്കും ഞങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യമാണ്. സിൻസിയർലി അരുൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു ലെറ്റർ എഴുതേണ്ടത്. ഇനി അടുത്തത് ഒരു പ്രൊഫൈലാണ്. റീഡ് ദ ഫോളോയിങ് ഹിൻസ് റിലേറ്റഡ് ടു അരുണിമ സിൻഹ ആൻഡ് പ്രിപ്പയർ എ പ്രൊഫൈൽ. ഇവിടെ അരുണിമ സിൻഹയെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലേസ് ഓഫ് ബർത്ത് അംബേദ്കർ നഗർ നിയർ ലക്നൗ ഇൻ ഉത്തർപ്രദേശ്. ഡേറ്റ് ഓഫ് ബർത്ത് 20 July 1989. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ഹെഡിങ് കൊടുക്കണം. ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുത്താൽ മതി. ഇവിടെ ആരാണ്, അരുണിമ സിൻഹയാണ്. അരുണിമ സിൻഹ വാസ് ബോൺ ഓൺ July 20, 1989 ഇൻ അംബേദ്കർ നഗർ നിയർ ലക്നൗ ഇൻ ഉത്തർപ്രദേശ്. എന്താണ്, അവർ ജനിച്ചിട്ടുള്ളത് ജൂലൈ 20 1989 അംബേദ്കർ നഗറിലാണ്. എവിടെയാണത്, ലക്നൌവിൽ, ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഹെർ ഫാദർ വാസ് എൻ ഇന്ത്യൻ ആർമി ഒഫീഷ്യൽ. അവരുടെ ഫാദർ ഒരു ഇന്ത്യൻ ആർമി ഒഫീഷ്യലാണ്. അതുപോലെ തന്നെ ഹെർ മദർ വാസ് സൂപ്പർവൈസർ ഇൻ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. അവരുടെ മദർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർവൈസർ ആയിരുന്നു. ഷീ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഹെർ സെൽഫ് ഇൻ മെനി ഫീൽഡ്സ്. എന്താണ്, അവരുടെ ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ആംബിറ്റ്യൂഡ് ടു ക്ലൈംബ് Mount Everest. She was a skilled volleyball player and played for the Indian team 7 times. എന്താണ്, 7 ടൈം ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് വോളിബോൾ കളിച്ചിട്ടുള്ള വളരെ സ്കില്ലായിട്ടുള്ള ഒരു വോളിബോൾ പ്ലെയറും കൂടെയാണ്. അതുമാത്രമല്ല ഫസ്റ്റ് മൗണ്ട് എവറസ്റ്റ് കയറിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ അരുണിമ സിൻഹ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സുകളും അതുപോലെ തന്നെ മറ്റ് 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാം കൂടി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.